കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായി അച്ഛൻ്റെ അടുത്ത് പറയാനോ അമ്മയുടെ അടുത്ത് പറയാനോ അതൊരു അയ്യോ എങ്ങനെ അവരുടെ അടുത്ത് പറയാ ടു അത് കഴിഞ്ഞിട്ട് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഓക്കെ അതിനിപ്പോ എന്താ ഫാമിലിയിൽ കുറെ ഡിസിഷൻസ് എടുത്ത് നമ്മൾ തന്നെ കുറെ എഫേർട്ട് ഇട്ടിട്ട് ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ഉള്ള ഒരു തീരുമാനം വരുന്നത് ആ അമ്മയ്ക്ക് ക്യാൻസർ ആയതിനു ശേഷമാണോ? അമ്മയുടെ അസുഖം ഒരു നിമിത്തം എന്നുള്ളത് മാത്രം. ആ പ്രായത്തിൽ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഓക്കെ അമ്മേനെ നോക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഇനി എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് തോന്നിയേക്കുന്ന സാധനം എന്താ? ദേഷ്യം. ആണോ? എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പോയിന്റിൽ ഐ സ്റ്റാർട്ടഡ് എക്സ്പ്രസിങ് എവറിത്തിങ്. നമ്മുടെ നാടല്ലേ, പല ആൾക്കാർ പല വിധത്തിലായിരിക്കും. എങ്ങനെ ഒരു പൊട്ട കമന്റ് വന്നു കഴിഞ്ഞാൽ അപ്പ ബാധിക്കുമായിരുന്നു. ദൈവം സഹായിച്ചു വന്നിട്ടില്ല. അത് വന്നിരുന്നെങ്കിൽ ചിലപ്പോ എനിക്ക് ഭയങ്കര എഫക്ട് ചെയ്തേനെ. അത് ആര് പറഞ്ഞാലും ചിലപ്പോ എഫക്ട് ചെയ്തേനെ. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഇത്രയും അന്തർമുഖി ആയിട്ടുള്ള ഒരു കുട്ടി സിനിമയിൽ വരുന്ന സമയത്ത് എന്തായാലും ആദ്യമൊക്കെ ഒരുപാട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കണം. കാരണം സിനിമ എപ്പോഴും എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഭയങ്കര സോഷ്യൽ ആയിട്ടിരിക്കുന്ന ഒരു മേഖലയാണെന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് ഒറ്റയ്ക്കൊരു കുട്ടി, അച്ഛൻ ഈ പറഞ്ഞ പോലെ ആക്ടറാണ്, പ്രൂവ് ചെയ്ത ആക്ടറാണെങ്കിൽ കൂടെ നമ്മൾ ലൊക്കേഷനിലേക്കൊക്കെ ചിലപ്പോൾ ഒറ്റയ്ക്ക് തന്നെ വേണ്ടേ പോകാനും വരാനൊക്കെ. അപ്പോൾ ആദ്യത്തെ സമയത്തൊക്കെ ഇത് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ളത് കൊണ്ട് ആളുകളോടൊന്ന് സോഷ്യലി ഇടപെടാൻ. എപ്പോഴും അമ്മ ഉണ്ടായിരുന്നു കൂടെ. എൻ്റെ ഒരു കംഫർട്ട് സോൺ അതായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ അവിടെ സെറ്റില് എന്തെങ്കിലും അൺകംഫർട്ടബിൾ ആയി തോന്നി അപ്പം അമ്മേനെ പിടിക്കാതിരുന്ന് കരയാ. ഇതായിരുന്നു ഞാൻ യൂഷ്വലി ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് അങ്ങനെ അമ്മ ഉള്ളതുകൊണ്ട് ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ഇറ്റ്സ് ഓക്കെ. എനിക്ക് ഒരാളുണ്ടായാൽ മതി, ഒരാള് ഉണ്ടായാൽ പിന്നെ ഞാൻ അങ്ങനെ ചെയ്തോളും. പക്ഷെ ഐ വാസ് നോട്ട് കംഫർട്ടബിൾ വിത്ത് പീപ്പിൾ അറൗണ്ട്. ഇത് കുറേ പേരുടെ മുമ്പിൽ നിന്ന് ചെയ്യുന്ന ഒരു കാര്യം, നമുക്ക് ഇതിന്റെ ബേസിക്സ് പോലും അറിയില്ല. ആൻഡ് എവ്രി വൺ ഹു കംസ് ടു നമുക്ക് സിനിമാ നടി ആവണം എന്ന് വിചാരിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് വരുന്നവരൊക്കെ ദേ ആർ പ്രിപ്പയർഡ് ഇൻ സം വേ, മെന്റലി ദേ ആർ പ്രിപ്പയർഡ്. അവരെന്തെങ്കിലും അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല. ഫോർ മീ ഇറ്റ് ഇസ് ലൈക്ക് ഓക്കെ ഐ എം ഹിയർ നൗ ഫിഗർ ഔട്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ എന്നുള്ളതായിരുന്നു. അപ്പൊ ടുക്ക് ടൈം. അത് കാരണം ഐ ഫെൽറ്റ് ലൈക്ക് കുറെ നാളെടുത്തു, കുറെ വർഷങ്ങളെടുത്തു എന്ന് പറയാൻ വേണമെങ്കിൽ ഒന്ന് കംഫർട്ടബിൾ ആയി സെറ്റായ ഓ ഇങ്ങനെയാണ് ഈ സംഭവം എന്ന് മനസ്സിലാവാൻ. പണ്ട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അതായത് നമ്മളുടെ ഡാൻസ് ക്ലാസ്സിൽ, തൃശ്ശൂരുള്ള സാറിന്റെ ഡാൻസ് ക്ലാസ്സിൽ എക്സ്ട്രാ ഒരാൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ അപ്പൊ കോൺഫിഡൻസ് പോകും. അതായത് എക്സ്ട്രാ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ ഭയങ്കര മടിയാ. അങ്ങനെയുള്ള ഒരാൾ സിനിമയിൽ വന്നിട്ട് ഇത്രയും ക്രൂവിന്റെ ഇടയിൽ ഇത്രയും ആൾക്കാർ കാണാനുള്ള ആളുകൾക്കിടയിൽ പെർഫോം ചെയ്യുക, അത് ഭയങ്കര പ്രശ്നമായിരുന്നിരിക്കണമല്ലോ അന്നത്തെ കാലത്ത്. എന്താ ചെയ്തോണ്ടിരുന്നത്? അതെനിക്ക് തോന്നുന്നു ഐ ഡിഡ്ന്റ് ലുക്ക് ബാക്ക് ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി അറ്റ് ഹോം. വീട്ടിലത്തെ കാര്യങ്ങൾ ഞാൻ നോക്കി തുടങ്ങി. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഫ്ലോ വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് ചെയ്യണം, ഇത് കഴിഞ്ഞാൽ അടുത്ത് വർക്ക് ചെയ്യാതെ ഇരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ എൻ്റെ തലയിൽ എനിക്ക് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. യു കനോട്ട് നോട്ട് വർക്ക്. അങ്ങനെയായിരുന്നു ഞാൻ അങ്ങനെയായിരുന്നു ഇതാക്കിയിരുന്നത്. ഐ വിൽ ടെൽ മൈസെൽഫ് യു കാൺട്ട്, നീ അങ്ങനെ ഇരിക്കാൻ, വെറുതെ ഇരിക്കാൻ പറ്റില്ല, യു കാൺ ബി, പണിയെടുക്കണം എന്നുള്ളത് എൻ്റെ ഉണ്ടായിരുന്നു. പണിയെടുക്കണം, സമ്പാദിക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. സോ ഇതായിരുന്നു എൻ്റെ പ്രയോറിറ്റി. അപ്പൊ അത് കാരണം എത്ര അൺകംഫർട്ടബിൾ ആയാലും ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് വർക്കിംഗ് കണ്ടിന്യൂസ്ലി. അതില് നമ്മളിങ്ങനെ ഒരേ കാര്യം തന്നെ കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ ദർ ഇസ് സം കൈൻഡ് ഓഫ് കംഫർട്ട് ലെവൽ യു ഗെറ്റ് അല്ലെ. നമ്മള് ആദ്യം ക്യാമറയുടെ മുമ്പിൽ നിൽക്കണ മാതിരി ആയിരിക്കില്ല. ഒരു 10-15ാമത്തെ തവണ വരുമ്പോൾ യു ഫീൽ നൗ ഐ നോ ക്യാമറ എന്താണെന്ന് അറിയാം, ദിസ് ഇസ് ഹൗ ആൾക്കാർ നോക്കി നിൽക്കും എന്നുള്ളത് അറിയാം. പക്ഷെ ഉള്ളിൽ ഈ നെഞ്ചെടുപ്പുണ്ടെങ്കിലും അത് മുഖത്ത് കാണിക്കാതിരിക്കാൻ പഠിച്ചു. സോ ബട്ട് ഐ ന്യൂ, എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ടൊന്നും ഇൻ ഡെപ്ത് ആലോചിക്കുന്നുണ്ടായിരുന്നില്ല വാട്ട് ഐ എം ഡൂയിങ് എന്നുള്ളത് ഇൻ ടേംസ് ഓഫ് ആക്ടിങ്.
ഒരു ആക്ടർ എന്ന നിലയ്ക്ക് നമ്മൾ ഇതൊക്കെ ചിന്തിക്കണം, ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫോർ മീ ഇതെന്നെ ഇറ്റ് ടുക്ക് സം ടൈം. ചില സെറ്റുകൾ നല്ല ആൾക്കാരായിരിക്കും, അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ചില സെറ്റിൽ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് അഗ്രസീവ് ബിഹേവിയർ, അല്ലെങ്കിൽ ഒച്ചത്തിൽ സംസാരിക്കുന്ന ഡയറക്ടർ, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഒരു ബഹളം ഉണ്ടായ അപ്പം ഞാൻ അപ്പം ഷട്ട് ഡൗൺ ആവും. അപ്പം പിന്നെ ഒരു ഡയലോഗ് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ട് അവർക്ക് വേണ്ട മാതിരി എനിക്ക് ഡയലോഗ് പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ മേ ബി ഇറ്റ്സ് ദി ക്യാമറ ആംഗിൾ, മേ ബി ഇറ്റ്സ് ദി ലൈറ്റിംഗ്, വേറെ പല കാരണം കൊണ്ടായിരിക്കും ടേക്ക് പോകുന്നത്. പക്ഷെ എന്റെ മനസ്സിൽ ഇതായിരിക്കും, അയ്യോ ഞാൻ ശരിയാക്കുന്നില്ല. അപ്പൊ എനിക്ക് സ്ട്രെസ് ആവും. ആഫ്റ്റർ എ പോയിന്റ് ഐ ഫീൽ ലൈക്ക് എനിക്ക് എന്ത് ചെയ്താലും വരില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ആൻഡ് ഐ വിൽ സ്റ്റാർട്ട് ക്രൈയിങ്. അവരെ മുമ്പിൽ വെച്ച് കരയില്ല, അമ്മയുടെ അടുത്ത് പോയിട്ട് അയ്യോ ഞാൻ ഇരുന്ന് കരയും. എന്നിട്ട് അമ്മ ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നത്, ഞാൻ എല്ലാരും ബുദ്ധിമുട്ടിക്കാണല്ലോ എന്നുള്ളൊരു ഒരു തോട്ടായിരുന്നു. അപ്പൊ ഈ ക്രൗഡിന്റെ ഇടയിൽ നിന്ന് ഒരു നമ്മുടെ നാടല്ലേ, പല ആൾക്കാർ പല വിധത്തിലായിരിക്കും. എങ്ങനെ ഒരു പൊട്ട കമന്റ് വന്നു കഴിഞ്ഞാൽ അപ്പൊ ബാധിക്കുമായിരുന്നു? ദൈവം സഹായിച്ചു വന്നിട്ടില്ല. വരാതിരിക്കട്ടെ. അത് വന്നിരുന്നെങ്കിൽ ചിലപ്പോ എനിക്ക് ഭയങ്കര എഫക്ട് ചെയ്തേനെ. അത് ആര് പറഞ്ഞാലും ചിലപ്പോ എഫക്ട് ചെയ്തേനെ. എന്ത് ചെയ്താലും അപ്പൊ സിൻസ് അമ്മ വാസ് ദെയർ, അമ്മ എന്തുണ്ടെങ്കിലും നിനക്ക് പറ്റും മാർച്ച്, ഇപ്പൊ വൈ വുഡ് പീപ്പിൾ കോൾ യു ആൻഡ് ഗിവ് യു ദിസ് റോൾ, എന്തോ നിനക്ക് പറ്റുന്നതുകൊണ്ടല്ലേ, അങ്ങനെ ഷീൽ ജസ്റ്റ് ബൂസ്റ്റ് മീ അപ്പ്, എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കും. ദിസ് ഇസ് സംതിങ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് യു കനോട്ട് ഡു, യു ക്യാൻ ഡു. അത് നീ ചെയ്യ്, നീ ടെൻഷൻ ആവല്ലേ ഈ ടെൻഷൻ ആവല്ലേ കേട്ടാണ് പിന്നെ കുറച്ച് ബെറ്റർ ആയി. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഏതെങ്കിലും ഒരാൾ ഒരു കമന്റ് ഭയങ്കര അഗ്രസീവ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഷട്ട് ഡൗൺ ആവും? ഇപ്പൊ ഞാനും കുറച്ച് റിയാക്റ്റീവ് ആണ്. ഷട്ട് ഡൗൺ ആവില്ല, ഞാൻ ഭയങ്കര അഗ്രസീവായ യെസ് ഷട്ട് ഡൗൺ ആവും. പക്ഷേ അല്ലെങ്കിൽ ഐ ട്രൈ ടു തിങ്ക് എന്തുകൊണ്ടാണ് ഇത്രയും അഗ്രഷൻ കാണിക്കുന്നത് എന്നുള്ളത്. ഐ തിങ്ക് ദാറ്റ് ഈസ് സംതിങ് ഈ ആക്ടിങ് സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് എനിക്ക് ഐ ഹവ് ട്രൈഡ് ഡൂയിങ് സംതിങ് ലൈക്ക് ദിസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ചും കൂടുതലായിട്ട് ആലോചിക്കും. ലൈക്ക് ഇഫ് യു ടോക്കിംഗ് ടു മീ, ഇഫ് യു ഷോയിങ് ആങ്കർ ടുവേർഡ്സ് മീ, ഇഫ് യു ഷൗട്ടിങ് അറ്റ് മീ, ഐ വുഡ് ട്രൈ ടു തിങ്ക് വൈ യു ആർ ഡൂയിങ് ദാറ്റ്, എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത്. അതിപ്പോൾ നമ്മൾ ക്യാരക്ടർ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് കുറേ ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്യണോണ്ട് ഐ ഫീൽ ലൈക്ക് വിത്ത് എവ്രി വൺ ഐ എം ഏബിൾ ടു ഡു ദാറ്റ്. അവരെന്തുകൊണ്ടായിരിക്കും ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ ബിഹേവ് ചെയ്തേ എന്ന് ചിന്തിക്കാൻ ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടും എനിക്ക് അതിനൊരു ഉത്തരം കിട്ടുന്നില്ല. ഇറ്റ് ഫീൽസ് റിഡിക്കുലസ് വൈ ഹി ഡിഡ് ദിസ്, അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ഇറ്റ്സ് അൺഫെയർ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി റിയാക്ട്. അതിൽ ഞാനിപ്പോൾ ഫാക്ട്സ് ആയിട്ട് ഞാൻ ചിലപ്പോൾ പറയായിരിക്കും. അപ്പൊ എനിക്ക് ഇന്ന ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ട് അതിനെന്താ ഉത്തരം, ആ ഉത്തരം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ഇപ്പൊ ദേഷ്യം വരും. പലർക്കും ഈ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് പലതായിരിക്കും. ചിലർക്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്നവരുണ്ട്, അവരുടെ കൂടെ ട്രിപ്പ് പോകുന്ന പറയുന്നവരുണ്ട്. ലിയോണയെ സംബന്ധിച്ചിടത്തോളം ലിയോണയ്ക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് അല്ലെങ്കിൽ ഏറ്റവും ഹാപ്പിനെസ് തരുന്നത് വീട്ടിലിരിക്കുമ്പോഴും ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഫാമിലി എങ്ങനെ ലിയോണെ പോലുള്ള ഒരു പെൺകുട്ടിക്ക് നട്ടെല്ലായിട്ട് മാറുന്നതും ഫാമിലിയോട് ഇത്രയും ഒരു അറ്റാച്ച്മെന്റും ഒരു എക്സ്ട്രാ സാധനം ഫാമിലിയോട് വരുന്നത് എങ്ങനെയാ? അതിന്റെ പിന്നിൽ അതെനിക്ക് അറിയില്ല, ഇങ്ങനെയോ അങ്ങനെ ആയിപ്പോയതാ. ഞാനും ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് എനിക്ക് അങ്ങനെ മറ്റുള്ളവർ പറയുമ്പോഴാണ് ഞാനും ആലോചിക്കുന്നത് ശരിയല്ലേ. എനിക്ക് ഇറ്റ് ഡിഡ്ന്റ് ഫീൽ മച്ച് ലൈക്ക് ഞാൻ ഭയങ്കര ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഐ എം പുട്ടിങ് മൈ ഫാമിലി ഫസ്റ്റ്, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഐ ഫെൽറ്റ് ലൈക്ക് എവ്രി വൺ വുഡ് തിങ്ക് ലൈക്ക് ദിസ് എന്നാണ് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ലേറ്റർ ഐ അണ്ടർസ്റ്റുഡ് ലൈക്ക് വെൻ ഐ സ്റ്റാർട്ട് ടോക്കിംഗ് ടു ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഒരേ പ്രായത്തിലുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും ദർ ഇസ് സംതിങ് ദാറ്റ് ഐ എം ഏബിൾ ടു തിങ്ക് എ ലിറ്റിൽ മോർ ദാൻ വാട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു. അവരൊക്കെ ചിന്തിക്കുന്നതിനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് ചിന്തിക്കാൻ, ഒരു എന്താ പറയുക, എന്നെക്കാട്ടിലും ഐ എം ഏബിൾ ടു തിങ്ക് ഫോർ മൈ ഫാമിലി. അപ്പോൾ അവരുടെ കാര്യം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ എൻ്റെ കാര്യം ചിന്തിക്കുള്ളൂ.
അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് ചെറുപ്പം തൊട്ടിട്ട് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും അമ്മക്കുട്ടിയായിരുന്നു. ഇപ്പോഴും ഐ ഫീൽ ലൈക്ക് ഐ ട്രീറ്റ് മൈ മോം ലൈക്ക് മൈ കിഡ്. അപ്പൊ അമ്മ എന്റെ കുട്ടിയാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ്. സോ ഐ റിമെമ്പർ എൻ്റെ തെറപ്പിസ്റ്റ് എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ശരിക്കും ലിയോണയുടെ പേരൻസിനെ ലിയോണയാണ് പേരന്റ് ചെയ്യണേ, യു ആർ ദിയർ പേരന്റ് എന്ന് ലിയോണ പറയുന്ന പല കാര്യങ്ങളിലും എനിക്ക് തോന്നാറുണ്ട് എന്നുള്ളത്. ആൻഡ് വെൻ ഐ തിങ്ക് അബൌട്ട് ഇറ്റ്, യാ ട്രൂ. മിക്ക കാര്യങ്ങളും ഇപ്പൊ തിരിച്ചാണ്. എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നു, ഞാൻ പറയുന്നു, ഞാൻ ഡിസിഷൻ എടുക്കുന്നു, അങ്ങനെ വരാറുണ്ട്. പക്ഷേ അതില് ഒരു എന്താ പറയാ, വളരെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹവും അതിന് ലിങ്ക് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നുള്ളത് മാത്രം. ഓക്കെ, ഇപ്പൊ പറഞ്ഞില്ലേ, അതായത് എന്റെ പാരന്റ്സിന് ഇപ്പോൾ ഞാൻ പാരന്റ് ആയി എന്നുള്ളത്, അതായത് കുറച്ചും കൂടെ പാരന്റ്സ് ഇപ്പൊ ഭയങ്കര കൂളാവുകയും താങ്കൾ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് മാറുകയും ചെയ്തു എന്ന് പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു അത് ഈ ജീവിതത്തിൽ സംഭവിച്ചത് 9ാം ക്ലാസ് മുതലാണോ അമ്മയുടെ ക്യാൻസർ വരുന്നതും പിന്നീട് താങ്കൾ ഒരു തിരിച്ചറിവ് ഉണ്ടായത്, അതായത് ഇനി ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, നമ്മൾ തന്നെ ഫാമിലിയിൽ കുറെ ഡിസിഷൻസ് എടുക്കുക, നമ്മൾ തന്നെ കുറെ എഫേർട്ട് ഇട്ടിട്ട് ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ഉള്ള ഒരു തീരുമാനം വരുന്നത് ആ അമ്മയ്ക്ക് ക്യാൻസർ ആയതിനു ശേഷമാണോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇനി മുതൽ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് ജസ്റ്റ് കെയിം. അങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് നടന്നു പോയതെല്ലാം. അമ്മയുടെ അസുഖം ഒരു നിമിത്തം എന്നുള്ളത് മാത്രം. ആ പ്രായത്തിൽ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഓക്കെ, അമ്മേനെ നോക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറൊന്നുമില്ല. അമ്മയ്ക്ക് എപ്പോഴും താങ്ങായിട്ട് നിൽക്കണം, അമ്മേനെ നോക്കണം. അത് ഭയങ്കര ഒരു പേഴ്സണൽ ഒരു തീരുമാനമായിരുന്നു. ലൈക്ക് ഐ വിൽ ബി ദെയർ ഫോർ ഹെർ നോ മാറ്റർ വാട്ട് എന്നുള്ളത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ പറയുക, സിനിമയിൽ കയറിയ സമയത്തും ഞാൻ ഐ ഡിഡ്ന്റ് പ്ലാൻ ടു ഓക്കെ ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാം, ഇനി മുതൽ ഞാനാണ് ഈ ഫാമിലിയിലത്തെ ഹെഡ് ഓഫ് ദ ഫാമിലി, അങ്ങനൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇപ്പോഴും ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. മൈ ഡാഡ് ഇസ് സ്റ്റിൽ വർക്കിംഗ്. അപ്പോൾ അച്ഛൻ ഡസ് വാട്ട് എവർ ഹി ഡസ്. അന്ന് പണ്ട് ചെയ്തിരുന്ന അച്ഛൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ദാറ്റ് ഐ എം ഓൾസോ എ പാർട്ട് ഓഫ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാൻ മാത്രമാണ് എൻ്റെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നോക്കണേ എന്നുള്ളതല്ല. അച്ഛനും ഇസ് വർക്കിംഗ്, മൈ ബ്രദർ ഇസ് ദെയർ, മൈ സിസ്റ്റർ ഇൻ ലോ ഇസ് ദെയർ, അവരൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് കാര്യത്തിലും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഐ എം എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അച്ഛൻ വിൽ മേക്ക് ഷുവർ ഹി ഡിസ്കസ് ഇറ്റ് വിത്ത് മീ. അങ്ങനത്തെ ഒരു ഇതുണ്ട്. പണ്ടത്തെ എന്നെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇവളുടെ അടുത്ത് ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് എന്താ പറയാ ഒരു കാര്യം ഒരു അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോ എവറി വൺ ഫീൽസ് ലൈക്ക് എന്തോ അവളുടെ അടുത്ത് കൂടി കാര്യം പറയാം, ചോദിക്കാം, എസ്പെഷ്യലി ഇഫ് ഇറ്റ്സ് റിലേറ്റഡ് ടു ഫിനാൻസ് ആൻഡ് എനിത്തിങ് ഇമ്പോർട്ടൻറ്റ് ദേ വിൽ മേക്ക് ഷുവർ ദാറ്റ് I have an opinion on it. ഈ തീരെ ഇഷ്ടമില്ലാതിരുന്ന സിനിമ ചെയ്യാനേ താല്പര്യമില്ലാതെ വന്ന കുട്ടി ഇപ്പൊ ഇതിലൊരു എക്സൈറ്റ്മെന്റ് കണ്ടുപിടിക്കുന്നില്ലേ? ഞാനപ്പോ ജോജു ചേട്ടന്റെ ഇന്റർവ്യൂലാണെന്ന് ഒന്ന് കേട്ടത്. ചേട്ടൻ ഒരു 10-15 വർഷത്തോളം സിനിമയിൽ തന്നെ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തത് ഒരു ഡയലോഗുള്ള ഒരു കഥാപാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് അത്രയും സിനിമയിലുള്ള പാഷൻ. ഈ ചേട്ടൻ അതിന്റെ ഇടയിൽ ചേട്ടന്റെ ഫിനാൻഷ്യൽ സാധനങ്ങൾ പോയിട്ടുണ്ട്, ഫാമിലി, ഒരുപാട് ആളുകളുടെ പരിഹാസങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോഴും ചേട്ടൻ പിടിച്ചു നിർത്തിയത് ഒരു ഡയലോഗുള്ള ഒരു കഥാപാത്രം ചേട്ടന് സിനിമയിൽ പറയാൻ വേണ്ടിയിട്ടാണെന്ന് എപ്പോഴും കേട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ചിലപ്പോ ഈ സിനിമയിൽ ആൾക്കാരെ പിടിച്ചു നിർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ടുള്ള ചിലപ്പോ പാഷൻ കൊണ്ടായിരിക്കണം. ഇപ്പൊ പറഞ്ഞു വന്നപ്പോ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന സാധനം ഇതാ. ഞാൻ പറയട്ടെ ലിയോണ, ഇപ്പൊ ഒരുപാട് ഞാൻ പറയാ ഗദ്ദാഫിക്ക് തോന്നിയിട്ടില്ലേ സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹമില്ലേ? ലൈക്ക് എവ്രി വൺ റിലേറ്റഡ് ടു മീഡിയ, എനിവൺ, എല്ലാവർക്കും ഉണ്ട് ആ ഒരു ആഗ്രഹം. വാട്ട് ഈസ് യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് ചോദിച്ചാൽ കുറെ പേരുടെ ഉത്തരം സിനിമയാണ്, ആ സ്ക്രീനിൽ ഒന്ന് കാണണം എന്നുള്ളത്. സോ ദാറ്റ് ഈസ് എക്സാക്ട്ലി വൈ ഐ ടോൾഡ് ഐ ഷുഡൻറ്റ് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് എന്ന്. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് ദേ ഷുഡൻറ്റ് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്, ബിക്കോസ് ഇത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അത് എനിക്ക് മനസ്സിലായി വന്ന് അത് എക്സ്പ്ലോർ ചെയ്ത് ഇതൊക്കെ കുറേ കാലങ്ങൾ എടുത്തു എന്നുള്ളത്. പക്ഷേ അത്രയും സമയം എടുത്ത് ഞാൻ ചെയ്തതിൽ എനിക്ക് ഐ ഡോണ്ട് റിഗ്രറ്റ് എനിത്തിങ്. അത് ഈ ഒരു പേസിലേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആസ് എ ഹ്യൂമൻ ഫങ്ഷൻ ചെയ്യാൻ തന്നെ ഐ ഫീൽ ലൈക്ക് ഈ ഒരു സ്ലോ പേസ് എനിക്ക് വേണം. ഓക്കെ,
ഇനി ഈ സിനിമ ഒരുപാട് മാറ്റങ്ങൾ ലിയോണ ലിഷോയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രോവേർട്ട് ആയിരുന്ന ആളിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ആംബിവേർട്ട് എന്നുള്ള ഒരു സ്റ്റാൻഡിലേക്ക് വരെ എത്തിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടായിരിക്കും. ഇനി ഒന്ന് മാറ്റേണ്ടതായിട്ട് ഇനി കുറച്ച് നന്നാവാനുണ്ട് ഈ ക്യാരക്ടറിൽ എന്ന് തോന്നിയേക്കുന്ന സാധനം എന്താ? ഇനി എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് തോന്നിയേക്കുന്ന സാധനം എന്താ? ദേഷ്യം. ആണോ? എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പോയിന്റിൽ ഐ സ്റ്റാർട്ടഡ് എക്സ്പ്രസിങ് എവറിത്തിങ്. മറ്റേത് അങ്ങനെ ആയിരുന്നില്ല ഞാൻ. ഇപ്പോൾ ദേഷ്യം ഉണ്ടെങ്കിലും വിഷമം ഉണ്ടെങ്കിലും ഒക്കെ ഉള്ളിൽ വെക്കാൻ നന്നായിട്ട് പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കത് പറ്റില്ല. അതെനിക്ക് അറിയില്ല, ഈ അഭിനയത്തിൻ്റെ യു ഷുഡ് എക്സ്പ്രസ് എന്നുള്ളൊരു തോട്ട് എപ്പോഴും ഉള്ളതുകൊണ്ടാണോ മറ്റേത് ഞാൻ ഇങ്ങനെ എനിക്ക് ഐ ഹാഡ് സോ മച്ച് ഡിഫിക്കൽട്ടി ഇൻ ക്രൈയിങ്. ഇമോഷണൽ സീൻസ് വരുമ്പോൾ കരയാൻ എനിക്ക് ഭയങ്കര ഓക്വേർഡായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് കുറച്ച് ഓക്വേർഡാണ്. പക്ഷെ ഞാൻ ജനറലി അങ്ങനെയാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരാളുടെ വിഷമം പറയുമ്പോൾ ഞാൻ വളരെ എംപത്തറ്റിക് ഒക്കെയാണ്. പക്ഷേ ഐ ജസ്റ്റ് ഹാവ് എ വെരി ബ്ലാങ്ക് ഫേസ്. അതെനിക്ക് ഞാൻ പലപ്പോഴും എന്നെ തന്നെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഒരാൾ ഭയങ്കര വിഷമം പറയുമ്പോൾ ഐ വോണ്ട് ഗോ കുഴപ്പമില്ല അയ്യോ അങ്ങനെ പറയാൻ ഞാൻ ജനറലി അങ്ങനത്തെ ഒരാളല്ല. പക്ഷെ ഐ വിൽ ലിസൺ ടു എവറിഥിങ് യു ഹാവ് ടു സേ. ഐ വിൽ ജസ്റ്റ് ബി ദെയർ. ആ ഒരു പേഴ്സൺ ആണ്. പക്ഷേ ഇൻ സിനിമ വെൻ യു വാണ്ട് ടു ഷോ എംപത്തി, ദിസ് ഇസ് നോട്ട് ഹൗ യു ഷോ എംപത്തി. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് എംപത്തി ആയിട്ട് ഐ മീൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു എക്സ്പ്ലോർ ദാറ്റ് ക്യാരക്ടർ. അതുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ചില കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ പിടിച്ച് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ടു സീ ഇതെനിക്ക് പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ റിലീസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ സോറി, എന്തായിരുന്നു ക്വസ്റ്റ്യൻ? മാറ്റണമെന്ന് തോന്നിയിട്ടുള്ള ആങ്കർ. ഐ ഫെൽറ്റ് ലൈക്ക് ഇപ്പോൾ ആങ്കർ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ബോദേഴ്സ് മീ അ ലോട്ട്. എന്ന് വെച്ചാൽ അത് എന്തിനാണ് എനിക്കത് ക്ലിയർ ഓഫ് ചെയ്യണം, റിസോൾവ് ചെയ്യണം. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആരുടെ കൂടെ ആയാലും ഐ ഫീൽ ലൈക്ക് ദ നീഡ് ടു റിസോൾവ് ഇറ്റ്. ആൻഡ് ഫോർ മീ റിസോൾവിങ് മീൻസ് എൻ്റെ മനസ്സിൽ ഈ ആളായിട്ട് ഉള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കണം. ആൻഡ് ഐ വിൽ ടെൽ. നീ അന്ന് ചെയ്തത് തൊട്ടിട്ട് ചിലപ്പോൾ 10 വർഷം മുമ്പത്തെ കാര്യങ്ങൾ മുതൽ എൻ്റെ മനസ്സിൽ എന്തൊക്കെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഒരു സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഐ വിൽ വെന്റ് ഔട്ട്. ആൻഡ് എനിക്ക് അങ്ങനെ പറഞ്ഞു തീർത്താൽ മാത്രമേ ഒരു പ്രശ്നം തീരുന്നുള്ളൂ. അല്ലാതെ ഫോർ മീ forgive and forget, I don't go by that. പറഞ്ഞു തീർക്കാതെ എങ്ങനെയാണ് ഒരു കാര്യം എങ്ങനെയാണ് പൊറുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് മറക്കാൻ പറ്റുന്നത്? എനിക്ക് അത് രണ്ടും പറ്റില്ല. സോ അത് അത് സോർട്ട് ഔട്ട് ചെയ്യണം. സോ ഐ ഫീൽ ലൈക്ക് അത് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ദർ ഇസ് സോ മച്ച് ഇമോഷണൽ. സോ ദിസ് ആങ്കർ ഇസ് ഓൾസോ വെരി ഇമോഷണലി കണക്റ്റഡ്. അപ്പൊ അതെന്നെ ഭയങ്കരമായിട്ട് ബോദർ ചെയ്യും. അതെനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ലൈക്ക് ലീവ് ഇറ്റ്, അവരെന്തെങ്കിലും ചെയ്യട്ടെ, അങ്ങനെ അതെന്തിനപ്പം നമ്മൾ എഫക്ട് ചെയ്യണേ എന്നുള്ളത്. പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് ബോദർ ചെയ്യും. സോൾവ് ചെയ്യണം, എങ്ങനെയും സോൾവ് ചെയ്യണം. അപ്പോൾ പക്ഷെ അതാണ് പ്രശ്നമാണ്. അതൊരു പ്രശ്നമാണ്. ഈ 10-12 വർഷമായിട്ട് ഇതുവരെ മാറാത്ത, പക്ഷെ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും മാറ്റില്ല എന്ന് വിചാരിച്ച സ്വയം ഉള്ളൊരു ക്വാളിറ്റി അല്ലെങ്കിൽ സ്വന്തം ഇതിൽ തോന്നിയേക്കുന്ന ഒരു കാര്യം എന്താ? ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യില്ല ഈ കാര്യത്തിൽ തോന്നിയേക്കുന്നത്? ഐ തിങ്ക് ഹൗ ഐ ടേക്ക് കെയർ ഓഫ് മൈ പേരൻസ്. അത് തന്നെയായിരിക്കും. അതിന് പ്രത്യേകിച്ച് ഒരിക്കലും എനിക്ക് മാറ്റാനും തോന്നിയിട്ടില്ല. ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് വിത്ത് ദെം അവരെന്ത് ചെയ്താലും ഐ ഫീൽ ലൈക്ക് ഐ ഹാവ് ദ പേഷ്യൻസ് വിത്ത് യു. എനിക്ക് അങ്ങനെ വേറെ ആരെങ്കിലും പറയുന്ന മാതിരി, ഈവൻ വിത്ത് മൈ ബ്രദർ ഐ ഡോണ്ട് ഹാവ് ദാറ്റ് പേഷ്യൻസ്. പക്ഷെ വിത്ത് മൈ പേരൻസ് ഐ ഹാവ് ദാറ്റ് പേഷ്യൻസ്. ഐ ക്യാൻ ഫോർഗിവ് ദം. അല്ലെങ്കിൽ ഐ ക്യാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഇമോഷണൽ ആങ്കർ റിസോൾവ് ചെയ്തില്ലെങ്കിൽ ഫോർ ദം അവർക്ക് അങ്ങനത്തെ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കൂടുതലായിട്ട് എല്ലാത്തിനെ കുറിച്ചും ചിന്തിക്കണോണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനത്തെ ഒരു ശീലം.
പക്ഷെ ഐ ഹാവൻ സീൻ മൈ ഡാഡ് ആൻഡ് മോം റിസോൾവിങ് എനിത്തിങ്. അവർക്ക് രാവിലെ എത്തി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നു, അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അങ്ങനെയാണ് ഐ ഹാവ് സീൻ അറ്റ് ഹോം. പക്ഷെ ഐ കാൻ ഫങ്ഷൻ ദാറ്റ് വേ. ആൻഡ് അത് അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് അല്ലേ. അച്ഛനമ്മ അങ്ങനെ എന്നെ പോലെ അല്ല, എല്ലാം വരുന്നത്. പക്ഷെ ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ ടെൽ ദം എവറിത്തിങ്. അത് ഇസ് സംതിങ് ദാറ്റ് ഞാനായിട്ട് ബിൽഡപ്പ് ചെയ്തൊരു ഒരു ബിഹേവിയർ ആണ്. ദാറ്റ് ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ ടെൽ ദം ഇതാണ് എനിക്കിങ്ങനെ ഫീൽ ചെയ്തു, ഇതാണ് ഇപ്പോൾ എൻ്റെ ഇമോഷണൽ സ്റ്റേറ്റ്, ആൻഡ് നിങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആവും, ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്, അങ്ങനത്തെ കാര്യങ്ങൾ. സോ വിത്ത് പേരൻസ് ഐ ഫീൽ ലൈക്ക് ഈവൺ ഇഫ് ദേ അണ്ടർസ്റ്റാൻഡ് ഓർ നോട്ട് അണ്ടർസ്റ്റാൻഡ് ഓർ എന്ത് അവരുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്താലോ, ഇപ്പം എനിക്ക് ഹേർട്ടാവോ അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ദേ കൻ ഡു വാട്ട് എവർ ദേ വാണ്ട്. അങ്ങനത്തെ ഒരു ഫീൽ ഐ തിങ്ക് ഈ ലോകത്ത് അച്ഛനമ്മയ്ക്ക് മാത്രം എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇറ്റ് ജസ്റ്റ് ഫീൽസ് ലൈക്ക് എന്താ ചെയ്യും. ഓക്കെ. ഇപ്പോൾ എൻ്റെ ഇന്റർവ്യൂവിന്റെ മുൻപിൽ ഇരിക്കുന്ന സമയത്ത് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആക്ടറായിട്ട് ഇപ്പോൾ ഫെയിം ഉണ്ട്, നാലാളെ തിരിച്ചറിയുന്നു, ഫിനാൻഷ്യലി നമ്മളൊന്ന് സ്റ്റേബിൾ ആയി തുടങ്ങി. പക്ഷെ ഇപ്പം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ലൈഫിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സംഭവം ചോദിച്ചാൽ എന്താ പറയുക? ഇൻട്രസ്റ്റിംഗ്. ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല ആക്ച്വലി. ഈ 10 വർഷത്തിലോ അല്ലെങ്കിൽ ഈ മൊമെന്റില് ഞാൻ എന്താ മിസ് ചെയ്യണേന്നാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ് ചെയ്തു എന്നാണോ? മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ മിസ് ചെയ്യുന്നത് എന്തെങ്കിലും കുറെ നാളുകളായിട്ടോ? ഐ ഡോണ്ട് മിസ് എനിത്തിങ് മച്ച്. ഞാൻ ആലോചിക്കട്ടെ ഒന്നുകൂടി, ജസ്റ്റ് ഇൻ കേസ് ഞാൻ എന്തെങ്കിലും മിസ് ചെയ്യണുണ്ടോ എന്നുള്ളത്. ഇല്ല, ഇപ്പോൾ റീസെൻ്റ്ലി ഐ ഷിഫ്റ്റഡ് ടു കൊച്ചി. അപ്പോൾ ഞാൻ ഐ മിസ് അമ്മാസ് ഫുഡ് ലോട്ട്. ബിക്കോസ് ഇപ്പം അമ്മ ഉണ്ട് ഇവിടെ, പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ 2 ദിവസം മുമ്പ് ഞാൻ അമ്മേനെ വിളിച്ചിട്ട് ഐ ടോൾഡ് ഹർ ദാറ്റ് ഐ ഫീൽ വെരി ലോ, യു പ്ലീസ് കം. ആൻഡ് ദേ കെയിം ആഫ്റ്റർ 2 days. അപ്പം അങ്ങനത്തെ ഐ മിസ്, ബിക്കോസ് ഐ ഹവ് ഓൾവേസ് ലിവ്ഡ് അറ്റ് ഹോം വിത്ത് മൈ പേരൻസ് ഫോർ എ വെരി ലോങ് ടൈം. ആൻഡ് എൻ്റെ അത്ര പേരൻസിൻ്റെ കൂടെ നിന്ന് കേരളത്തിൽ ഒരു പെണ്ണും ഉണ്ടാവില്ല. ഈദർ ദേ വുഡ് ബി മാരിഡ്, അല്ലെങ്കിൽ അവര് ഹോസ്റ്റൽ ജോലി എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവും. ഫോർ മീ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഓൾവേസ് ബിൻ ദം. അപ്പോൾ ഐ ഓൾവേസ് ഗോ ബാക്ക് ടു അങ്ങനത്തെ ഒരു സ്പേസ്. പെട്ടെന്ന് ഐ വാണ്ടഡ് ടു എക്സ്പീരിയൻസ് ഒറ്റയ്ക്ക് ജീവിക്കണം. ഐ ഫെൽറ്റ് ലൈക്ക് ഐ വിൽ ബി കേപ്പബിൾ. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഉള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടല്ലോ, ഡൂയിങ് യുവർ തിങ്സ് അലോൺ എന്നുള്ളത്. അത് എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് അത് വന്നതിന് ശേഷം ഐ ഫീൽ ലൈക്ക് അമ്മയുടെ ഫുഡ് ഇസ് സംതിങ് ദാറ്റ് ബിക്കോസ് യു സോ യൂസ് ടു ഹാവിങ് അമ്മാസ് ഫുഡ്, ഇറ്റ് ഫീൽസ് ലൈക്ക് ഓക്കെ ഞാൻ എത്രയൊക്കെ കുക്ക് ചെയ്ത് നോക്കിയാലും അമ്മയുടെ അത്രയ്ക്ക് എത്തുന്നില്ല എന്നുള്ളൊരു അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് മിസ് ചെയ്യുന്നത്. ഓക്കെ. ഈ പാരന്റിംഗിൽ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ലൈഫിൽ വലിയൊരു പാർട്ടുണ്ടെന്ന് തോന്നുന്നു. പാരന്റിങ് നമ്മൾ ഒരുപാട് സ്വാധീനിക്കും. ചെറുപ്പം ചൈൽഡ്ഹുഡ് തൊട്ട് ഇപ്പൊ ഭയങ്കര അമ്മക്കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതായത് അത് പല നല്ല രീതിയിലും ചിലപ്പോൾ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കും, പൊട്ട രീതിയിലും സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കും. ആരോ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് നമ്മളുടെ കംഫർട്ട് സോൺ എന്ന് ഒരു പ്രായം കഴിഞ്ഞിട്ട് നമ്മൾക്ക് പക്വതയായിട്ട് ഒരു 18-19 വയസ്സിന് ശേഷം അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഇന്റൻഷനലി മാറി നിന്നാൽ മാത്രമേ കുറെ കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ നിന്ന് പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഈ പാരന്റിങ് കൊണ്ടേ, അതായത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളർന്ന ആളല്ലേ, അച്ഛൻ്റെ അമ്മയുടെ അത്രയും പാമ്പറിംഗിൽ അത്രയും പ്രൊട്ടക്ഷനിൽ വളർന്ന ആളായതുകൊണ്ടേ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ പൊട്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ഐ ഫീൽ ലൈക്ക് എനിക്ക് ടച്ച് വുഡ് വിത്ത് അച്ഛൻ ആൻഡ് അമ്മ ഐ ഹവ് സീൻ ദം ഗ്രോ അപ്പ് വിത്ത് അസ്, വിത്ത് ചേട്ടൻ ആൻഡ് മീ. അപ്പോൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായി അച്ഛൻ്റെ അടുത്ത് പറയാനോ അമ്മയുടെ അടുത്ത് പറയാനോ അതൊരു അയ്യോ എങ്ങനെ അവരുടെ അടുത്ത് പറയാ ടു അത് കഴിഞ്ഞിട്ട് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഓക്കെ അതിനിപ്പോൾ എന്താ, ഇറ്റ്സ് സമൺ യു ലവ്, ഇഫ് യു ആർ ഇൻ ലവ് വിത്ത് സമൺ, അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറയണതിനിപ്പോൾ എന്താ എന്നുള്ള ഒരു ഇതില്ലേ. എൻ്റെ അമ്മയുടെ അടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അമ്മ അങ്ങനെ തന്നെ കണ്ടുപിടിക്കും, അത് ഇങ്ങനെ കണ്ടുപിടിച്ചോളും. അമ്മയ്ക്ക് എൻ്റെ ഒരു ഇത്, അതായത് എൻ്റെ നോട്ടം മാറി കഴിഞ്ഞാൽ തന്നെ ഷീൽ ഗെറ്റ് ഇറ്റ്. അപ്പോൾ നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദേ ഓൾവേസ് ബീൻ എ റോക്ക്, ഒരു സപ്പോർട്ട് സിസ്റ്റം ഇസ് വെരി ലൈക്ക് അത്
പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഞാൻ എന്താണോ അത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദെം എന്നുള്ളത്. ആൻഡ് ആരെന്ത് പറഞ്ഞാലും, അതായത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യവും പുറത്തുനിന്ന് ഒരാൾക്ക് വന്നിട്ട് ദേ കാൺ ഇൻ്റർഫിയർ, ദേ കാൺ ഇൻഫ്ലുവൻസ്. അതിൽ ഞങ്ങൾ ഭയങ്കര നമ്മുടെ കാര്യം നമ്മൾ തീരുമാനിക്കുക. നോ വൺ എൽസ് വിൽ ടേക്ക് എനി ഡിസിഷൻ ഫോർ അസ്. അത് എനിക്ക് തോന്നുന്നു അത് കുറേ ഫാമിലീസിലില്ല അങ്ങനത്തെ. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും അപ്പുറത്ത് വിളിച്ചു പറയാം, ഇപ്പുറത്ത് വിളിച്ചു പറയാം. കുറേ പേര് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഫാമിലീസ്. ലൈക്ക് വൈ വുഡ് യു ഡു ദാറ്റ്? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ലൈക്ക് വിത്ത് ഫാമിലി ഫീൽസ്. ആൻഡ് ഐ നോ ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽപ്പെട്ട അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊന്നും സാധാരണഗതിയിൽ ആരും പറയാത്തൊരു കാര്യമാണ് എങ്കിലും ഇഫ് ഐ എം സ്റ്റക്ക്, ഇഫ് ഐ എം caught by police or anything, ഒരു എന്തെങ്കിലും വിയേർഡ് റാൻഡം ഒരു കാര്യമാണെങ്കിലും ഐ ഫീൽ ലൈക്ക് ദ ഫസ്റ്റ് പേഴ്സൺ ഐ വുഡ് കോൾ ഇസ് മൈ ഡാഡ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അത് കഴിഞ്ഞിട്ട് പറയാനേ ചിലപ്പോൾ ചിന്തിക്കുള്ളൂ. എനിക്ക് അതിനിപ്പോൾ അച്ഛനെന്നെ ചീത്ത പറഞ്ഞാലോ അമ്മേനെ ചീത്ത പറഞ്ഞാലോ ഇതൊരു വളരെ മോശം ഒരു കാര്യമാണ് നീ ചെയ്തത്, അവരെന്നെ എന്ത് പറഞ്ഞാലും ഐ ഫീൽ ലൈക്ക് ഐ വിൽ ഡീൽ വിത്ത് ദാറ്റ്. പക്ഷേ യു ഷുഡ് നോ ദിസ്. അത് എനിക്ക് വെരി സ്ട്രോങ്ലി ഐ ഫീൽ ദാറ്റ് ഐ വിൽ ഓൺലി റൺ ടു ദെം എന്നുള്ളത്. അത് സംതിങ് ദാറ്റ് ഈസ് ഓൾസോ വെരി റെയർ ടു ഐ ഹവ് ഓൾവേസ് സീൻ. ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് തീർക്കാത്, അവർക്ക് അവരെ അറിയിക്കണ്ട എന്നുള്ളതായിരിക്കും മോസ്റ്റ്ലി എല്ലാവരും പറയാം. പക്ഷെ ഞാൻ ഐ തിങ്ക് I would tell my dad first. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പൊ അച്ഛന്റെ മുമ്പിലും അമ്മയുടെ അടുത്തും പറയാ. മാത്രമല്ല നമുക്ക് തീരെ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യാൻ നോക്കും. നീ തീരെ പറ്റുന്നില്ല, ദിസ് ഇസ് ഗോൺ ഔട്ട് ഓഫ് യുവർ ഹാൻഡ്സ് എന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷെ നമ്മുടെ അബദ്ധം കാരണം പറ്റിയതാണ്, നമ്മള് കാണിച്ച ഒരു മോശം കാര്യമോ എന്ത് മോശം ഡിസ്ഗസ്റ്റിംഗ് ആയാൽ പോലും ഐ ഫീൽ ലൈക്ക് ഐ ക്യാൻ ടെൽ ദം, ദേ വുഡ് സ്റ്റിൽ പ്രൊട്ടക്ട് മീ എന്നുള്ളൊരു തോന്നൽ. Okay.